പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം ഈ പകലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നഹൂം പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം പറയുന്ന, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്നു. ശരണത്തിന് വേണ്ടി എപ്പോഴൊക്കെ കർത്താവിൻ്റെ അടുത്ത് ഓടി ചെന്നിട്ടുണ്ടോ, അപ്പോഴൊക്കെ ദൈവസാന്നിധ്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഒക്കെ ഉണ്ട്. ആ കർത്താവിൻ്റെ കരത്തിൽ നമുക്ക് മുറുകെ പിടിക്കാനിടയാക്കും. ഇന്ന് പകലും ഈ വചനം പറയുമ്പോൾ സമാധാനമില്ലാതെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽ എന്നോട് സംസാരിക്കണമേ. ഈ മെസ്സേജ് അവർക്കുള്ളതായിരിക്കാം. അത്ഭുതകരമായ ദൈവിക ഇടപെടൽ നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന സകല വിഷയങ്ങളിലും ദൈവകരങ്ങളൊന്ന് ഏൽപ്പിച്ച് പല കുടുംബങ്ങളിലും കടന്നു പോകുന്ന പല കാരാഗ്രഹത്തിൻ്റെ സമമായ ചില വേദനകൾ, നിലവിളിയുടെയും നെടുവീർപ്പിൻ്റെയും ഒക്കെയുള്ള ജീവിതം, ആ ഒരു ജീവിതത്തിൻ്റെ നടുവിൽ കർത്താവിനെ ഒന്ന് കണ്ടുമുട്ടുവാൻ നമുക്കിടയാക്കിയാൽ ആ ദൈവവചനത്തിൻ്റെ ആ ഒരു വില, വചനത്തിന് വേണ്ടി ആ വില കൊടുക്കാൽ കിട്ടുന്ന ഒരു ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിലുണ്ടാകും. ഇതിനൊക്കെ നമുക്കൊരാശ്വാസം ലഭിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നാം വിശ്വസിക്കണം. കേൾക്കുന്ന വചനം നൂറുമേനി വിളയണം. ജീവിതത്തിൽ എനിക്കൊരു മാറ്റം വരണമെന്നും എനിക്ക് രക്ഷപ്പെടണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, രക്ഷപ്പെടണമെങ്കിൽ നാം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. അതിന് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കണം. ലോകത്തിലുള്ള എല്ലാത്തിനേക്കാൾ ഉപരി കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയണം. എന്ത് നമുക്ക് ഈ ലോകത്തിലുണ്ടെന്ന് പറഞ്ഞാലും അതിലൊന്നും നമുക്ക് സന്തോഷവും ആശ്വാസവും കണ്ടെത്താൻ പറ്റണമെന്നില്ല. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതെന്നുള്ളതാ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ആ കർത്താവ് നമ്മുടെ കരം പിടിക്കുന്നുള്ളതാ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷം. ആ കർത്താവിനെ അങ്ങ് അള്ളിപ്പിടിച്ചേക്കണം. ആ കർത്താവിനെ അങ്ങ് കെട്ടിപ്പിടിക്കാൻ നാം തയ്യാറാകണം. ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ നിറയുമ്പോൾ പ്രശ്നങ്ങളില്ലെന്നോ പ്രതികൂലങ്ങളില്ലെന്നോ ഒന്നുമല്ല. ആ പ്രശ്നത്തിൻ്റെ നടുവിലും കർത്താവിനെ കെട്ടിപ്പിടിക്കുന്നവർക്ക്, കർത്താവിൻ്റെ കൂടെ വസിക്കുന്നവർക്ക്, കർത്താവിൻ്റെ കൂടെ നടക്കുന്നവർക്ക് ദൈവിക സമാധാനം ഉണ്ടാകുവാനിടയായി തീരും. ആ കർത്താവിൻ്റെ കരത്തിൽ നമുക്ക് മുറുകെ പിടിക്കാം. ഒരിക്കൽ ഒരു രാജാവ് കുട്ടികൾക്ക് ഒരു ഓഫർ കൊടുത്തു. ഈ രാജ്യത്തുള്ള കുട്ടികൾക്കെല്ലാം രാജകൊട്ടാരത്തിൽ വരാം. ആ രാജാവ് അങ്ങനെ ഓഫർ കൊടുത്തപ്പോൾ കുട്ടികളെല്ലാം രാജകൊട്ടാരത്തിൽ വന്നു. അവിടെ വന്ന് ആ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും വന്ന് എന്നെ കാണാം. ഈ രാജകൊട്ടാരത്തിൽ എന്തെല്ലാം സാധനങ്ങളുണ്ടോ അവിടെ എല്ലാം നിങ്ങൾക്ക് തൊടാം. ഈ കുട്ടികളെല്ലാം അവിടേക്ക് ഇരച്ച് കയറി വന്നു. രാജകൊട്ടാരത്തിലേക്ക് ഇരച്ച് കയറി വന്നു. രാജാവ് കുഞ്ഞുങ്ങളെ എല്ലാം നോക്കി സന്തോഷത്തോടെ, രാജാവിന് സന്തോഷമായി. കുട്ടികളെല്ലാം ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൊട്ടാരത്തിൽ വന്നല്ലോ. ധാരാളം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരുപാട് മിടുക്കന്മാരും മിടുക്കികളും സന്തോഷത്തോടെ അവർ കടന്നു വന്നപ്പോൾ രാജാവ് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളിലും നിങ്ങൾക്ക് തൊടാം. രാജാവ് ചോദിക്കുന്നു, നിങ്ങൾ കണ്ടോ? ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതെല്ലാം തൊടുകയാണെങ്കിൽ ഈ തൊടുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വന്തമാണ്. എല്ലാ കുഞ്ഞുങ്ങളും ഓടിച്ചെന്ന് രാജാവിൻ്റെ വിലപിടിപ്പുള്ള സാധനത്തെ എല്ലാം തൊട്ടു. ആ തൊട്ട സാധനങ്ങളെല്ലാം അവർക്ക് സ്വന്തം. എന്നാൽ എവിടെയോ ഒരു കുഞ്ഞ് മാറി നിൽപ്പുണ്ടായിരുന്നു. ഒരു പക്ഷെങ്കിൽ മറ്റു കുഞ്ഞുങ്ങളെ പോലെ ബുദ്ധിയുള്ളവരോ മറ്റു കുഞ്ഞുങ്ങളെ പോലെ കഴിവുള്ളവരോ മറ്റു കുഞ്ഞുങ്ങളെ പോലെ ആരോഗ്യം ഇല്ലാത്തവരോ ആയിരിക്കാം. പക്ഷേ ആ ഒരു കുഞ്ഞ് മാറി നിന്നു. അവിടെ കണ്ട ഒരു സാധനത്തിലും ആ കുഞ്ഞ് തൊട്ടില്ല. അവൻ വ്യത്യസ്തനായിരുന്നു. ആ കുഞ്ഞ് ഓടിച്ചെന്ന് ഒത്തിരി നേരം അവിടെ നോക്കി നിന്ന് ഈ കുഞ്ഞുങ്ങളെല്ലാം എല്ലാത്തേലും തൊടുന്നത് കണ്ടിട്ടും ആ കുഞ്ഞൊന്നിലും തൊട്ടില്ല. പക്ഷെ ആ കുഞ്ഞ് ഓടിച്ചെന്ന് രാജാവിനെയും കെട്ടിപ്പിടിച്ചു. ഒരുപക്ഷെങ്കിൽ ആ കുഞ്ഞിൻ്റെ മറ്റൊരു സാധനത്തോടുമുള്ള ആ ഒരു ആർത്തി ഇല്ലാഞ്ഞാന്നോ, അതോ ആ കുഞ്ഞിൻ്റെ ബുദ്ധി അങ്ങോട്ട് പോകാഞ്ഞാന്നോ ഈ കുഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് രാജാവിനെ സ്വന്തമാക്കുവാനിടയായി തീർന്നു. ഇന്ന് പകലും നമ്മുടെ മുൻപിൽ കാണുന്ന വിലയേറിയതും മനോഹരമായ പലതും തൊട്ട് സ്വന്തമാക്കാൻ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. രാജാവിനെ കെട്ടിപ്പിടിക്കാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. ആ ശബ്ദം ഒന്ന് കേൾക്കാൻ, ആ സാന്നിധ്യം ഒന്ന് അനുഭവിപ്പാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകും. മറ്റു പലതും സ്വന്തമാക്കുന്നതിനേക്കാൾ രാജാവിനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തയ്യാറാകുന്നിടത്ത നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകുന്നത്. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞേക്കോവാ ശരണവും കഷ്ട ദിവസത്തിൽ, ജീവിതത്തിൽ വലിയ കഷ്ടങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ കർത്താവിൻ്റെ കരത്തിലൊന്ന് മുറുകെ പിടിച്ചാൽ, അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നേ, ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. മറ്റാർക്കും ഈ ഭൂമിയിൽ തുണയായി നിൽക്കുവാൻ കഴിയാതിരിക്കും.
കഴിയാതിരിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ആർക്കും നമ്മളെ ആശ്വസിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം സമാധാനത്തിന് വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവവചനത്തിൻ്റെ സമാധാനത്താൽ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. നിന്നെ സഹായിപ്പാൻ ആരുമില്ലെന്നോർത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട. കർത്താവ് നിന്നെ സഹായിപ്പാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ ഒറ്റയാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്റെ ദൈവമാ. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. നീതിയുള്ള വലംകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുന്ന ഏവരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ വചനത്തെ കണ്ടെത്തി എൻ്റെ വചനത്തെ കണ്ടെത്തി അത് നിങ്ങളുടെ ഉള്ളിൽ ഗ്രഹിച്ചാൽ, ജീവിതത്തിലെ ഏതവസ്ഥയിലും ഈ വചനത്തെ മുറുകെ പിടിച്ചാൽ, ഈ രാജാവിനെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ, ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളുടെയും വേദനകളുടെയും ഒക്കെ നടുവിലും പരാജയപ്പെടാതെ വിജയത്തോടെ ഓരോ സ്റ്റെപ്പ് മുൻവെക്കാൻ കർത്താവ് നമുക്കിടയാക്കും. ഇന്ന് പകലും ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് മുറുകെ പിടിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.